ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് മനുഷ്യജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന, എന്നാൽ സംസാരിക്കാൻ ഭയക്കുന്ന ഒരു വിഷയം: മരണം. ജനനം പോലെ സുനിശ്ചിതമായ ഒന്നാണ് മരണവും. എന്നിട്ടും നമ്മുടെ സംഭാഷണങ്ങളിൽ നിന്നോ ചിന്തകളിൽ നിന്നോ നാം അതിനെ ബോധപൂർവം മാറ്റി നിർത്തുന്നു. എന്നാൽ ബൈബിൾ മരണത്തെക്കുറിച്ച് തരുന്ന കാഴ്ചപ്പാട് ഭയപ്പെടുത്തുന്ന ഒന്നല്ല, മറിച്ച് പ്രത്യാശ നൽകുന്ന ഒന്നാണ്. ഇന്ന് ഈ വീഡിയോയിൽ നാം ചിന്തിക്കുന്നത് ഒരു വിശ്വാസിക്ക് തൻ്റെ അന്ത്യനിമിഷങ്ങളെ ഏറ്റവും ശുഭകരവും ആത്മീയവും ആക്കി മാറ്റാം എന്നാണ്. എന്തുകൊണ്ടാണ് ലോകം മരണത്തെ ഇത്രത്തോളം ഭയപ്പെടുന്നത്? പലർക്കും മരണമെന്നത് അജ്ഞാതമായ ഒന്നിലേക്കുള്ള വീഴ്ചയാണ്. താൻ ഇത്രയും കാലം അധ്വാനിച്ച് ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം, പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള വേർപാട്, മരണത്തിനപ്പുറം എന്ത് എന്നുള്ള ചോദ്യം, ഇവയെല്ലാം മനുഷ്യനെ തളർത്തുന്നു. മരണമെന്നത് ഒരു ഭയപ്പെടുത്തുന്ന ചിന്തയായി മാറിക്കഴിഞ്ഞു. എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, മരണം ഒരു അവസാനമല്ല, അതൊരു തുടക്കമാണ്. കർത്താവായ യേശുക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റതിലൂടെ മരണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഭയത്തെ യേശു എന്നേക്കുമായി ഇല്ലാതെയാക്കി. മരണത്തിൻ്റെ ഇരുണ്ട താഴ്വരയിൽ കൂടി നടന്നാലും ഭയപ്പെടേണ്ടതില്ല എന്നുള്ള വലിയൊരു ഉറപ്പാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്നത്. എന്താണ് ഒരു നല്ല മരണം? ദൈവം പറയുന്നു, യഹോവയുടെ ഭക്തന്മാരുടെ മരണം അവൻ്റെ ദൃഷ്ടിയിൽ വിലയേറിയതാണ്. ലോകത്തിൻ്റെ കണ്ണിൽ അത് ഒരു ജീവൻ്റെ നഷ്ടമാകാം, എന്നാൽ സ്വർഗത്തിൻ്റെ കണ്ണിൽ അതൊരു മടങ്ങിപ്പോക്കാണ്. ഒരു നല്ല മരണം എന്ന് പറയുന്നത് സമാധാനത്തോടു കൂടിയ ഒന്നാണ്. അത് ദൈവവുമായിട്ടുള്ള സമാധാനമാണ്. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് നാളത്തെ പ്രത്യാശയിൽ ഉറച്ചു നിൽക്കുമ്പോൾ മരണമെന്നത് കേവലം ഒരു വാതിൽ മാത്രമായി മാറും. തൻ്റെ മക്കളെ അനുഗ്രഹിച്ചുകൊണ്ട് വിടവാങ്ങിപ്പോയ യാക്കോബിനെയും എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ച സ്തേഫാനോസിനെയും പോലെ അന്തസ്സോടെയുള്ള മരണം എങ്ങനെ നമുക്ക് നേടിയെടുക്കാം? നന്നായി മരിക്കണമെങ്കിൽ നാം നന്നായി ജീവിച്ചിരിക്കണം. നമ്മുടെ മരണത്തിൻ്റെ ഗുണനിലവാരം നിശ്ചയിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയാണ്. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. തൻ്റെ ജീവിതം പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ച ഒരുവന് മാത്രമേ ഇത്രയും ഉറപ്പോടെ മരണത്തെ നേരിടാൻ കഴിയൂ. മരണം ഒരു പരീക്ഷയാണെങ്കിൽ ജീവിതം അതിനുള്ള ഒരുക്കമാണ്. നാം ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ വിശ്വാസം, നമ്മുടെ സ്വഭാവം, ഇവയെല്ലാം നമ്മുടെ അവസാന നിമിഷങ്ങളിൽ നമുക്ക് നൽകുന്ന സമാധാനത്തിന് ആധാരമാകും. നമ്മുടെ ജീവൻ ഒരു നീരാവി പോലെയാണ്. അത് അല്പനേരം കാണുന്നു, പിന്നെ മാഞ്ഞു പോകും. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ നാം ഏറ്റവും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഏതാണ്? മരണമെന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമല്ലായിരുന്നു. തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചത് മരണത്തിലേക്ക് പോകാനല്ലായിരുന്നു. എന്നാൽ മനുഷ്യൻ ഏദേൻ തോട്ടത്തിൽ ദൈവത്തിൻ്റെ വാക്കു മറന്നുകൊണ്ട് ഈ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത് എന്ന് ദൈവം പറഞ്ഞിട്ടും കേൾക്കാതെ മനുഷ്യൻ അത് ഭക്ഷിച്ചതിലൂടെ മരണത്തിൻ്റെ തുടക്കം ആരംഭിച്ചു. ദൈവം മരണത്തെ വിശേഷിപ്പിച്ചത് വേർപാട് എന്നാണ്. ആദാം വിലക്കപ്പെട്ട ഫലം ഭക്ഷിച്ചതുകൊണ്ട് അവൻ മരിച്ചു എന്ന് ദൈവം പറഞ്ഞു. എന്നാൽ അവനന്ന് ശാരീരികമായി മരിച്ചില്ല. അവിടെ സംഭവിച്ചത് ആത്മീക മരണമായിരുന്നു. അതായത് ജീവൻ്റെ ഉറവിടമായ ദൈവത്തിൽ നിന്നുള്ള മനുഷ്യൻ്റെ വേർപാട്. ദൈവവുമായുള്ള ബന്ധം വേർപെട്ടതോടെ മനുഷ്യൻ മരണത്തിന് അധീനനായി. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ ശരീരവും മണ്ണിലേക്ക് മടങ്ങി. റോമർ 5:12 പറയുന്നത് പോലെ, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമെന്ന് ബൈബിൾ വെളിപ്പെടുത്തുന്നു. റോമർ 6:23 ഓർമ്മിപ്പിക്കുന്നു, മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചപ്പോൾ പ്രപഞ്ചത്തിൻ്റെ നിയമം തന്നെ മാറിമറിഞ്ഞു. നശ്വരത മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് കടന്നുകൂടി. ഇന്ന് നാം കാണുന്ന രോഗങ്ങളും തളർച്ചകളും വാർദ്ധക്യവുമെല്ലാം ഈ മരണത്തിൻ്റെ നിഴലുകളാണ്. മരണമെന്നത് ഒരു സ്വാഭാവികതയല്ല. അതുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ മരണത്തിലേക്ക് പോകുമ്പോൾ
നമുക്ക് വളരെയധികം സങ്കടം ഉണ്ടാക്കുന്നത്. കാരണം മരിക്കാനല്ല, ജീവിക്കാനാണ് നാം സൃഷ്ടിക്കപ്പെട്ടത്. നമ്മുടെ ഉള്ളിലെ നിത്യതയെക്കുറിച്ചുള്ള വാഞ്ച ദൈവം നമ്മുടെ ഹൃദയത്തിൽ വെച്ചിട്ടുള്ളതാണ്. മരണം ആ നിത്യതയെ താൽക്കാലികമായി തടസ്സപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മരണം ശരീരത്തിൻ്റെതാണ്, ആത്മാവിൻ്റേതല്ല. യേശുക്രിസ്തുവിൻ്റെ വരവോടെ അവൻ മരണത്തെ കാൽക്കീഴിലാക്കി. എബ്രായർ 2:14 പറയുന്നത് പോലെ മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ അവൻ തൻ്റെ മരണത്താൽ നീക്കി. ഇപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് മരണമെന്നത് ശിക്ഷയല്ല, മറിച്ച് മഹത്വത്തിലേക്കുള്ള ഒരു പാലമാണ്. ക്രിസ്തുവിലുള്ളവർക്ക് മരണത്തിൻ്റെ നിഴൽ നീക്കപ്പെട്ടിരിക്കുന്നു. ഈ വിശ്വാസമുള്ളവർക്ക് മരണത്തെ ഭയത്തോടെയല്ല, മറിച്ച് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുവാനുള്ള ഒരു അവസരമായി നമുക്ക് കാണാൻ കഴിയും. ക്രിസ്തുവിനോട് കൂടെയുള്ള ബന്ധത്തിൽ നാം ഉറച്ചു നിന്നാൽ നമുക്ക് മരണമൊരു നഷ്ടമല്ല, മറിച്ച് ഏറ്റവും വലിയ ലാഭമായി മാറും. മരണമെന്നത് ഭയത്തോടും നിരാശയോടും കൂടി നേരിടേണ്ട ഒന്നല്ല. ദൈവത്തോടുള്ള വിശ്വസ്തതയിലും മറ്റുള്ളവരോടുള്ള ക്ഷമയിലും പ്രത്യാശയിലും ജീവിക്കുന്ന ഒരാൾക്ക് മരണത്തെ പുഞ്ചിരിയോടെ വരവേൽക്കാൻ കഴിയും. സമാധാനത്തോടു കൂടിയ മരണത്തെ നാം എങ്ങനെയാണ് നേടിയെടുക്കേണ്ടത്? നാം എങ്ങനെയാണ് അതിനുവേണ്ടി ഒരുങ്ങേണ്ടത്? പ്രിയ സഹോദരങ്ങളെ, നാം ഒരു യാത്ര പോകുമ്പോൾ നാം എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കാറുള്ളത്? എന്നാൽ നിത്യതയിലേക്കുള്ള ഏറ്റവും വലിയ യാത്രയ്ക്കായി നാം എത്രത്തോളം ഒരുങ്ങിയിട്ടുണ്ട്? എന്നാൽ നാം എപ്പോഴും ചിന്തിക്കുന്നത് മരണം വാർദ്ധക്യത്തിൽ മാത്രം ചിന്തിക്കേണ്ട കാര്യമാണ് എന്നാണ്. എന്നാൽ ബൈബിൾ പറയുന്നത് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഒരു നല്ല മരണം എന്നത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു ഭാഗ്യമല്ല, മറിച്ച് ജീവിച്ചിരിക്കുമ്പോൾ നാം ചെയ്യുന്ന ഒരുക്കത്തിൻ്റെ ഫലമാണ്. ആത്മീകമായും പ്രായോഗികമായും നാം എങ്ങനെ ഒരുങ്ങണം? ഒരുക്കത്തിൻ്റെ ആദ്യപടി നാം ദൈവവുമായുള്ള സമാധാനമാണ്. റോമാലേഖനം 5-ാം അതിൻ്റെ 1 പറയുന്നു, നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവവുമായി സമാധാനം അനുഭവിക്കാം. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രൂശിലെ കള്ളനെ ഓർക്കുക. അവൻ്റെ അവസാന നിമിഷങ്ങളിൽ അവൻ യേശുവിനെ തിരിച്ചറിഞ്ഞു. അവൻ പറഞ്ഞു, കർത്താവേ, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ നീ എന്നെയും ഓർക്കണമേ. യേശു നൽകിയ മറുപടി ഇതായിരുന്നു, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. ദൈവവുമായി ശരിയായ ബന്ധം സ്ഥാപിച്ചവർക്ക് ഏത് നിമിഷവും മരണത്തെ സമാധാനത്തോടെ നേരിടാൻ കഴിയും. ദൈവത്തോടുള്ള ബന്ധം പോലെ തന്നെ പ്രധാനമാണ് മനുഷ്യരുമായുള്ള ബന്ധം. മറ്റുള്ളവരോട് ക്ഷമിക്കാതെയും ആരോടെങ്കിലും പകവെച്ചുകൊണ്ട് സമാധാനപരമായ ഒരു അന്ത്യം സാധ്യമല്ല. മത്തായിയുടെ സുവിശേഷം 5-ാം അതിൻ്റെ 24 നിന്റെ വഴിപാടുകൾ അർപ്പിക്കും മുൻപ് നീ സഹോദരനോട് നിരന്നുകൊള്ളുക എന്ന്. ജീവിതത്തിൽ ആരോടെങ്കിലും വിദ്വേഷമുണ്ടോ? ആരോടെങ്കിലും ക്ഷമ ചോദിക്കാനുണ്ടോ? അത് നാളത്തേക്ക് മാറ്റിവെക്കരുത്. നിങ്ങളുടെ ബന്ധങ്ങളെ സൗഖ്യമാക്കുക. മറ്റൊരാളുടെ ഹൃദയം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുക. ബന്ധങ്ങളിലെ കയ്പുകൾ നീക്കം ചെയ്യുക. അത് മരണശയ്യയിൽ ഒരു വലിയ ആത്മീയ ഭാരം ഇറക്കി വയ്ക്കുന്നതിന് തുല്യമാണ്. ഒരു നല്ല മരണത്തിന് പ്രായോഗികമായ ചില ക്രമീകരണങ്ങളുമുണ്ട്. തൻ്റെ മരണം അടുത്തു എന്നറിഞ്ഞപ്പോൾ ഹിസ്കിയാ രാജാവിനോട് യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, നിന്റെ ഗൃഹകാര്യം ക്രമപ്പെടുത്തുക എന്നാണ്. മരണത്തിൻ്റെ ഭയം ഇല്ലാതെയാക്കാനുള്ള ഏക വഴി ദൈവത്തിൻ്റെ വചനത്തിലുള്ള ഉറപ്പാണ്. മരണനിഴലിൻ താഴ്വരയിലൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ദൈവം നമ്മെ ഒരിക്കലും കൈവിടുകയില്ല എന്നുള്ള ബോധ്യം നമുക്ക് വേണം. സഹോദരങ്ങളെ, നാം ഈ ലോകത്തു നിന്ന് ഒന്നും കൊണ്ടുപോകുന്നില്ല. എന്നാൽ നല്ല പേരും വിശുദ്ധമായ ജീവിത സാക്ഷ്യവും നമുക്ക് പിന്നിൽ ഉപേക്ഷിക്കുവാൻ സാധിക്കും. അത് മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ഒരു വഴിവിളക്ക് ആയിരിക്കും. ഇന്നത്തെ കഷ്ടതയും വേദനയും ഒരു നിമിഷം കൊണ്ട് അവസാനിക്കാൻ പോകുന്നു. നാം ഒരു കൂടാരത്തിൽ നിന്ന് വലിയൊരു കൊട്ടാരത്തിലേക്ക് മാറുന്നത് പോലെയാണ് മരണം. അവിടെ പ്രകാശം നൽകാൻ സൂര്യൻ്റെ ആവശ്യമില്ല, കാരണം അവിടെ ദൈവ തേജസ് പ്രകാശിക്കുന്നു. നാം മുഖാമുഖമായി കർത്താവിനെ കാണും. അവൻ്റെ കൈകളിൽ നാം സ്പർശിക്കും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നാം ഈ ലോക ജീവിതത്തിൽ പരസ്പരം സ്നേഹത്തോടെയും ക്ഷമയോടെയും സഹായ മനോഭാവത്തോടു കൂടി ജീവിക്കാൻ ഈ കേട്ട വചനത്താൽ നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് കാത്ത് പരിപാലിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ.